ഒരു വൻപയർ തോരൻ ഉണ്ടാക്കാം. തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത പയർ നന്നായിട്ട് കഴുകി ഒരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിന് നമുക്ക് നകക്ക വെള്ളം ഒഴിച്ചു കൊടുത്ത് വേകാൻ വെക്കാം. ഉപ്പ് ചേർക്കണ്ട. ഇപ്പോൾ ഉപ്പ് ഒന്ന് തിളച്ച് കഴിഞ്ഞ് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പയർ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിത് സിമ്മയിലേക്ക് മാറ്റാം. ഇനി ചെറിയ തീയിലിരുന്ന് വെന്താൽ മതി. അരപ്പിനാവശ്യമായത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു അരമുറി തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഒരു 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 3-4 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഒരല്ലി വെളുത്തുള്ളി ഒരല്ലിയെ ചേർക്കാവുള്ളൂ. കൂടുതൽ ചേർത്താൽ ടേസ്റ്റ് മാറിപ്പോവും. ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. 1/4 മുതൽ അര വരെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ പോസ് ബട്ടണിൽ ഒരു 2-3 പ്രാവശ്യം പ്രസ് ചെയ്ത് ഒന്ന് ഒതുക്കിയെടുക്കാം. അരഞ്ഞു പോകരുത്. അരഞ്ഞു പോയാൽ ശരിയാകത്തില്ല കറിക്ക്. അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെ ജസ്റ്റ് ഈ ക്രഷ് ചെയ്തെടുക്കുകയോ ചെയ്യാവുള്ളൂ. ഈ പരുവത്തിനാണ് അരപ്പ് അരച്ചെടുക്കേണ്ടത്. നമുക്ക് പയർ വെന്തോന്ന് നോക്കാം. പയർ വെന്തിട്ടുണ്ട്. നമുക്കിനി അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഉപ്പൊരു സൈഡിലേക്ക് വീണു. ഇതിൻ്റെ മേളിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് ഉപ്പ് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു സൈഡിലേക്കാണ് വീണത്. മേളിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് മൂടി വെച്ച് സിമ്മ വെച്ച് പറ്റിച്ചെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. പയർ നന്നായിട്ട് പറ്റി വന്നിട്ട് നമുക്കത് മിക്സ് ചെയ്ത് വാങ്ങാം. ഉപ്പ് നോക്കി ഉപ്പ് ആവശ്യത്തിന് ഉണ്ടെങ്കിൽ ചേർക്കണ്ട, ഇല്ലെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് വാങ്ങിയെടുക്കാം. നല്ല സ്വാദിഷ്ടമായൊരു പയർ കറിയാണിത്. ഇതിൻ്റെ കൂടെ എന്തെങ്കിലും തൈരോ അച്ചാറോ ഒക്കെ മാത്രം മതി ചോറുണ്ണാനായിട്ട്. ഇത് മാത്രമാണേലും മതി. ജോലിക്കാർക്കൊക്കെ എളുപ്പത്തിലുണ്ടാക്കാവുന്ന, കുരുമുളകും ജീരകവും വെളുത്തുള്ളിയൊക്കെ ചേരുന്നതുകൊണ്ട് ഗ്യാസും ഉണ്ടാകത്തില്ല. കറിവേപ്പില ഞാൻ ഒരിക്കലും അരയ്ക്കത്തില്ല. കറിവേപ്പില ഒത്തിരി കഴിക്കുന്നത് തൈറോയിഡ് ഉണ്ടാകുമെന്നൊക്കെ ചെറിയൊരു കേട്ടറിവുണ്ട്. പണ്ടും അങ്ങനെയാണല്ലോ. നമ്മുടെ പേരൻസൊക്കെ ഉള്ളപ്പം മിക്കത്ത് എത്ര വലിയ കറിവേപ്പ് നിന്നാലും ഒരു തണ്ടായിരുന്നല്ലോ ചേർത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടായിരിക്കാം. അപ്പോൾ നമ്മുടെ പയർ കറി റെഡി. നല്ല സ്വാദിഷ്ടമായ പയർ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ചാനൽ സപ്പോർട്ട് ചെയ്യണം പ്ലീസ്.